ഒരു 50 കൊല്ലം മുമ്പേ ഒരു സൗകര്യവുമില്ലാത്ത മൂകാംബിക ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പുരോഹിതന്റെ വീട്ടിൽ പുറത്ത് പായിട്ട് ഹോട്ടലുകളൊന്നും ഇല്ലാത്ത കാലത്ത് ആ കാലത്താണ് കൊടജാദ്രിയിലേക്ക് ആദ്യം പോണത്. പിന്നെ പലതവണ പോയിട്ടുണ്ട്. കൊടജാദ്രി പശ്ചാത്തലത്തിൽ കുടജാദ്രി സാനുക്കളിലൂടെ എന്ന നോവൽ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യം കൊടജാദ്രിക്ക് പോകുമ്പോൾ ഒരു 3-4 പേര് കൂടെ ഉണ്ട്. വല്ലാതെ ബുദ്ധിമുട്ട്. അട്ട എന്നുള്ളൊരു സാധനത്തിനെ ഞാൻ കാണുന്നത് അക്കാലത്താണ്. നേര് പറഞ്ഞു അട്ട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നടന്ന് പോകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലൊക്കെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അട്ട കയറുമ്പോ ഒരു മുടിനാരിന്റെ വലിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. രക്തം കുടിക്കും. നമ്മളറിയില്ല. ഒരു വേദനയൊന്നും ഫീൽ ചെയ്യില്ല. രക്തം കുടിച്ചിട്ട് അട്ട അങ്ങോട്ട് ചേർക്കും. അപ്പൊ കൂടെ നടന്നു വരുന്നവര് മുമ്പിൽ നടക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് നോക്കണം, അട്ട കടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ നടന്നു പോകുമ്പോ എന്റെ പിറകിലുള്ള ഏതോ ഒരു യുവാവ് അത് ആ പിയാറിന്റെ കാലുമ്മല് അട്ട അവർക്ക് പിടിച്ചു വലിച്ചാൽ പോലും ശരിയാവില്ല. പുകയില കയ്യിൽ വെച്ചിട്ട് പുകയില കൊണ്ട് തട്ടിയിടണം, എന്നാലേ അട്ട താഴോട്ട് വീഴും. ചുരുക്കത്തിൽ ഉപദ്രവം പിടിച്ചൊരു സാധനമാണ് അട്ട. കൊടജാദ്രി പോയപ്പോ അവിടെ ഇഷ്ടം പോലെ അട്ടയുണ്ട്. അവിടുന്ന് ഇതേ വഴിയിൽ കൂടെ നടന്നിട്ട് വരുമ്പോ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ അട്ട എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ, എവിടെ അത് കയറി ഇരിക്കാന്നറിയില്ല. ഇത് അട്ടയെ കുറിച്ചിട്ടുള്ള ഒരു കുറ്റമാണ്. എന്നാൽ അട്ട എന്ന് പറഞ്ഞാൽ അത്ര മോശം ജീവി അല്ല. പാലാഴി മഥനം കഴിഞ്ഞു. അതിൽ നിന്ന് പലതും പൊന്തി വന്നു. പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിലോസഫിക്കൽ തോട്ട് മെഡിറ്റേഷനാണ് പാലാഴി മഥനം എന്ന് പറഞ്ഞത്. അല്ലാതെ പാലാഴി എന്നുള്ളൊരു സമുദ്രം അതിട്ട് ഇങ്ങനെ കടകോലാക്കിയിട്ട് കറക്കി അങ്ങനെ കഥ പറയുമ്പോഴാണല്ലോ ശരിയാവുകയുള്ളൂ. നമ്മുടെ മെഡിറ്റേഷന് നമുക്ക് പലതും പൊന്തി വരും. ആദ്യം വന്നത് വിഷം. നെഗറ്റീവ് ചിന്തകൾ ആദ്യം വരും ഏത് സമയത്തും. അത് സ്വാഭാവികമാണ്. അതൊന്നൊരു കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജ്യേഷ്ഠാവഗോതി ആദ്യം വന്നു, പിന്നെയാണ് ശ്രീഭഗതി വന്നത്. ഐരാവതം, ഇതൊക്കെ വലിയ അർത്ഥതലമാണ്. ഇവിടെ വിഷയപ്പെടുന്നല്ല, അട്ടയാണ് വിഷയം. അങ്ങനെ ധന്വന്തരി മൂർത്തി അമൃത കലശവുമായിട്ട് വന്നു. ഈ ധന്വന്തരി മൂർത്തിയുടെ കയ്യിലാണ് അമൃത്. അമൃത് എന്ന് പറഞ്ഞാൽ മൃതമില്ലാത്ത അവസ്ഥ, മരണമില്ലാത്ത അവസ്ഥ, നിത്യ യൗവനം. ഇതാണ് അമൃത്. ആ ധന്വന്തരി മൂർത്തിയുടെ 4 കരങ്ങളിൽ 4 കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 4 ഗുണങ്ങൾ എന്നുള്ളതാണ്. ഒരു കയ്യിൽ ഉള്ളതാണ് അട്ട. ധന്വന്തരി മൂർത്തി അംശാവതാരം. അംശാവതാരം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ജനിച്ച അവതാരം ഉണ്ടായത്. ശ്രീകൃഷ്ണന്റെയോ ശ്രീരാമന്റെയുമായിട്ടുള്ള സമ്പൂർണ്ണ അവതാരമല്ല,
ഔഷധങ്ങൾ. ഈ അട്ടയാണ് ചീത്ത രക്തം മാത്രം, ചീത്ത എന്നുകൊണ്ടൊന്നുമില്ല, നാം ദുർരക്തം എന്ന് പറയുന്ന അംശം അട്ട വലിച്ചു കുടിക്കും, ഒരു ഉപദ്രവമില്ല. ഒരു ജീവിയുടെ മലം വേറൊരു ജീവിക്ക് ഔഷധമാണ്, അന്നമാണ്. പ്രകൃതിയുടെ സിസ്റ്റം അങ്ങനെയാണ്. അല്ലാതെ മോശം, മനുഷ്യ മലം മോശമാണ്, അങ്ങനെയുണ്ടോ? മനുഷ്യന് മോശമാണ്. ഇനി അവന്റെ ശരീരത്തിലേക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു ദുർഗന്ധമുള്ളതായിട്ട് തോന്നുന്നത്. നായയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നായക്കാഷ്ടം വേറെ ചില ജീവികൾക്ക് ഔഷധമാണ്. അത് വലിയൊരു ശാസ്ത്രമാണ്, വേറൊരു ദിവസം പറയും. അട്ട ദുർരക്തം കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അട്ടയെ സംബന്ധിച്ചിടത്തോളം അട്ട കുട്ടികളെ പഠിപ്പിക്കണ്ട, നല്ല ചോരയെ കുടിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ഈ കുടിക്കുന്നതാണ്. അട്ട കുടിക്കുന്നത് നല്ല രക്ത, അട്ടയുടെ വീക്ഷണത്തിൽ. ഈ അട്ടയെ കൊണ്ട് ഈ ദുർരക്തം കുടിപ്പിച്ചിട്ട് ചില രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങളൊക്കെ മാറ്റുന്ന രീതി ഉണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പേ ഒരു വൈദ്യരെ ആയിട്ട് സംസാരിക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. പർവ്വത പ്രദേശത്താണ് വൈദ്യർ. അപ്പൊ ഞാനൊരു മണ്ടത്തരം പറഞ്ഞു. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ മണ്ടത്തരം പറയാറുണ്ട്. ആ മണ്ടത്തരം കേട്ടിട്ട് പലരും കളിയാക്കും, ഇരിക്കും. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളും ഉണ്ട്. കാരണം എങ്ങനെയാണ് ഇവര് റിയാക്ട് ചെയ്യുക എന്നറിയാനാണ് ഇതൊക്കെ പറയുന്നത്. അട്ടയ്ക്ക് പിന്നെ ഇവിടെ ഒന്നും ക്ഷാമമില്ലല്ലോ, ഇഷ്ടംപോലെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ വൈദ്യുതി കളിയാക്കി. ഔഷധ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അട്ടയെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് പിടിച്ചുകൊണ്ടിരല്ല ചെയ്യുക. അപ്പൊ ഞാൻ പിന്നെ അത് ഞാൻ ഇവിടെ ഉണ്ടാക്കും. അട്ട ഉണ്ടാക്കുക, അത് ഞാൻ അട്ട ഉണ്ടാക്കും. അട്ട ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പശുവിനെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, ഉണ്ടാക്കാലോ. നമുക്ക് വീട്ടിലെ പശുവിനെ ഉണ്ടാക്കാം. കണ്ടാമുഖത്തിന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, കണ്ടാമുഖത്തിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ എങ്ങനെ കണ്ടാമുഖത്തിന് ഉണ്ടാക്കുക? ഇപ്പോഴത്തെ വലിയൊരു സിറ്റിയല്ലേ ബോംബെ? അതെ, ആ ബോംബെ സിറ്റി മുഴുവൻ മതിലെട്ടി ശേഷം ആളുകൾ മുഴുവൻ താമസം മാറ്റുക. 250 കൊല്ലം കഴിയുമ്പോൾ അത് മുഴുവൻ വനമായിട്ട് മാറിയിട്ടുണ്ടാവും. അത് കറക്റ്റാ. ആൻഡമാൻ ദ്വീപ് പോയപ്പോ എനിക്ക് തോന്നി. പണ്ട് വിദേശികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആള് താമസമില്ലാത്തതായപ്പോ കെട്ടിടങ്ങൾക്കൊക്കെ തുളച്ചിട്ട് വൃക്ഷത്തിന്റെ വേരുകൾ കയറി വനമാണ്. ആ വനം ഒരു 300 കൊല്ലം അങ്ങനെ വനമായി നിന്നാൽ അതിൽ സിംഹമുണ്ടാവും. എങ്ങനെ വന്നു നോക്കണ്ട. സാഹചര്യം ഒത്തുവരുമ്പോ അവിടെ സിംഹത്തിന് പാർക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ സിംഹം ഉണ്ടാവും. എങ്ങനെ വന്നു നോക്കണ്ട, നിങ്ങൾ പരീക്ഷിക്കണ്ട. പരീക്ഷിക്കണമെങ്കിൽ 500 കൊല്ലം ഈ പരീക്ഷണം നോക്കിക്കൊണ്ട് നിൽക്കണം. നമ്മുടെ ഹൃദയത്തില് ഇഷ്ടദേവതയ്ക്ക് കുടിയിരിക്കാൻ പാകത്തിൽ ഹൃദയത്തെ ശുദ്ധമാക്കി വെച്ചാൽ ഇഷ്ടദേവത ഹൃദയത്തിലുണ്ടാവും. ചിലയിടത്തിൽ ചാണകം മെഴുകിയിട്ട് ചില പ്രത്യേക ഇലകൾ ഞാൻ കൊണ്ടുവന്നിടും, അവിടെ അട്ട ഉണ്ടാവും. അട്ടയ്ക്ക് പാർക്കാൻ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അവിടെ അട്ട ഉണ്ടാവും. അട്ടയിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം, ഏതൊന്നിന് സാഹചര്യം ഉണ്ടാക്കിയോ, നമ്മുടെ വീടിന്റെ ഒരു ഭാഗം അനങ്ങാതെ അങ്ങോട്ട് പോകാതെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ
അവിടെ പാമ്പുണ്ടാവും. പാമ്പിനെ ആരെങ്കിലും പിടിച്ചു കൊടുന്ന് കിട്ടുമെന്നല്ല, സാഹചര്യം ഒത്തുവരുമ്പോൾ അതവിടെ ഉണ്ടാവും. അട്ടയുടെ കാര്യം മാത്രമല്ല, എത്രയോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പല സംഗതികളും സാഹചര്യം ഉണ്ടോ. കൂറ, പാറ്റ, തേരട്ട എവിടുന്ന് വന്നു നോക്കണ്ട. നെല്ല് ഇവിടെ ഉണ്ടോ? വയനാട്ടിൽ നിന്ന് എലി വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എലിയോട് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വഴി ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. നെല്ലുണ്ടോ? ചില സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവരണം. അയ്യോ, ഇതിനകത്ത് മുഴുവൻ കുറുഞ്ചാത്തനാണ്. കുറുഞ്ചാത്തൻ എന്നുള്ള കോഴിക്കോടൻ ഭാഷ. ബാക്കി സ്ഥലങ്ങളിൽ എന്താ പറയാറില്ല. അപ്പൊ ഞാൻ ഭാര്യയോട് പറയും, നന്നായി, ആ സാധനം നല്ലതായതുകൊണ്ടാണല്ലോ അതിൽ വന്നത്. വല്ലാതെ വിഷം അടിച്ചാൽ ആ കുറുഞ്ചാത്തനും ജീവിയൊന്നും പറ്റില്ല. കുറച്ച് നേരം വെയിലത്ത് കൊണ്ടുപോയി വെക്കാൻ പറയും. വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കും. സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ മനസ്സിനകത്ത് സ്നേഹം എന്നൊരു കാര്യത്തെ മനസ്സിനകത്ത് കുടിയിരുത്തുമ്പോൾ സകല ജീവജാലങ്ങളെ ആകർഷിക്കും. നമ്മോട് മിണ്ടാതെ ഗേറ്റിന്റെ അതിലെ പോയിട്ട് നമ്മളെ കാണാതെ പോയുണ്ടെങ്കിൽ ചീത്ത പറയേണ്ട ആ വ്യക്തിയല്ല നമ്മളെയാണ്. നമ്മുടെ മനസ്സ് ഒന്നെങ്കിൽ അയാൾക്ക് വരാൻ തോന്നും. കാരണം ഒന്ന് കണ്ടു പോകണം തോന്നി, ഞാൻ ഇതിലേ പോവാണ്. അട്ടയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്, പലതും ഊഹിച്ചെടുക്കാനുണ്ട്. ധന്വന്തരി മൂർത്തിയുടെ ഒരു കയ്യിൽ അട്ടയാണ് എന്ന് പറയുമ്പോൾ അട്ടയെക്കുറിച്ച് തന്നെ ധാരാളം നമ്മൾ പഠിക്കാനുണ്ടെന്ന് ചിന്തിക്കും. വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.